കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മുക്കത്തിന്റെ സ്വന്തം കലാകാരനായ മുക്കം സലീം. 40 വർഷത്തിലധികമായി കലാരംഗത്ത് നടത്തിയ കലാസമർപ്പണത്തിന്റെ അംഗീകാരമായിട്ടാണ് 2024 കേരള സംഗീത നാടക അക്കാദമിയുടെ മൃദംഗ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. പന്ത്രണ്ട് വയസ്സ് മുതൽ പ്രൊഫഷണലായി സ്റ്റേജുകളിൽ മൃദംഗവായന ആരംഭിച്ച മുക്കം സലീം മൃദംഗത്തിന് പുറമെ തബല, ഹാർമോണിയം എന്നീ സംഗീത ഉപകരണങ്ങളും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കലാകാരൻ കൂടിയാണ്. നാൽപ്പത് വർഷത്തെ കലാജീവിതത്തിൽ ആയിരക്കണക്കിന് വേദികളിൽ മുക്കം സലീം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ഹൈദരലി, ഹരിപ്പാട് KPN പിള്ള, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സംഗീത സംവിധായകൻ ശരത് തുടങ്ങിയ പ്രമുഖരുടെ കൂടെ നിരവധി കച്ചേരികളിൽ മൃദംഗം വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാമുള്ള അംഗീകാരമായാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം മുക്കം സലീമിനെ തേടിയെത്തിയത്. 40 വർഷത്തിലധികമായി കലാരംഗത്ത് നടത്തിയ കലാസമർപ്പണത്തിൻ്റെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരം. പാറശാല രവി, ഭാസ്കർദാസ് കോഴിക്കോട് എന്നിവരാണ് തൻ്റെ പ്രധാന ഗുരുക്കളെന്നും പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഈ പുരസ്കാരം തൻ്റെ നാടായ മുക്കത്തിനും കുടുംബത്തിനും ഗുരുക്കന്മാർക്കും സമർപ്പിക്കുകയാണെന്നും മുക്കം സലീം പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം 2024 മൃദംഗത്തിന് ഇപ്രാവശ്യം ലഭിക്കുകയുണ്ടായി. എന്തുകൊണ്ടും വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് ഞാൻ എൻ്റെ നാടായ മുക്കത്തിനും അതുപോലെ എൻ്റെ ഫാമിലിക്കും സമർപ്പിക്കുകയാണ്. കൂടാതെ എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഇത് ഞാൻ സമർപ്പിക്കുന്നു. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഗാനഭൂഷണം 1ാം ക്ലാസ്സോടെ വിജയിച്ച മുക്കം സലീം ഗവൺമെൻറ് സാദി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഗാനപ്രവീണയിലും 1ാം ക്ലാസ്സോടെയാണ് വിജയിച്ചത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തബലയിൽ നമസ്കരിച്ച് തുടങ്ങിയത്. നമ്മുടെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞത് ദാമോദരനാശാനായിരുന്നു. 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പം കുറേശ്ശെ തബല വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോഴാണ് ഞാൻ പാലക്കാട് ചെമ്പയിൽ പോയിട്ട് മൃദംഗം മെയിൻ ചെയ്ത് ഗാനഭൂഷണം പഠിക്കുന്നത്. പിന്നെ ഗാനപ്രവീണ സ്വാതിരുനാഥ് സംഗീത കോളേജ് തിരുവനന്തപുരം പോയി പഠിച്ചു. അത് തുടങ്ങി നിരവധി കേരളത്തിലുള്ള വിവിധം പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ കച്ചേരി ചെയ്യാൻ സാധിച്ചു. അതുപോലെ നൃത്ത വിഭാഗത്തിലുള്ള ഒരുപാട് ഉന്നതരുമായിട്ട് നമ്മുടെ NB കൃഷ്ണൻ മാഷ്, അതുപോലെ കലാമണ്ഡലം സരസ്വതി ടീച്ചർ തുടങ്ങി നിരവധി പേരെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു. വലിയൊരു അനുഗ്രഹമായി. കൂടാതെ കോഴിക്കോടുള്ള സുമംഗല ടീച്ചർ, കലാമണ്ഡലം ലത ടീച്ചർ, പ്രതാപ മാഷ കൂടെ, അതുപോലെ നമ്മൾ സിനിമാ മേഖലയിലുള്ള പിന്നെ മഞ്ജു വാര്യർ, അഞ്ജു അരവിന്ദ്, ജോമോള്, പിന്നെ വിനീത് കുമാർ, ഇവരെ കൂടെ ഒക്കെ എനിക്ക് പ്രോഗ്രാം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രമുഖ നാടക നടനും നൃത്താധ്യാപകനുമായിരുന്ന C. അലവി മാഷിൻ്റെയും സൈനബയുടെയും ഏകമകനായ മുക്കം സലീമിൻ്റെ 3 പെൺമക്കളും കലാരംഗത്തെ മികച്ച നേട്ടങ്ങൾ നേടിയവരാണ്. മൂത്തയാളായ സുഹാന സലീം ഭരതനാട്യത്തിൽ PhD-യും, രണ്ടാമത്തെ മകൾ നാഷിദ സലീം വീണയിൽ MA-യും, മൂന്നാമത്തെ മകൾ ലിയാന സലീം വയലിനിൽ MA-യുമാണ്. നിരവധി മലയാളം ഗസൽ ആൽബങ്ങൾക്ക് സംഗീതം നൽകുകയും തബല വായിക്കുകയും ആൽബങ്ങളിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മുക്കം സലീം. സായന്തനത്തിൻ്റെ ചന്ദ്രിക ശോഭയിൽ നീ ഇന്നും എന്നെ മറന്നുവല്ലോ സഖി. സായന്തനത്തിൻ്റെ ചന്ദ്രിക ശോഭയിൽ നീ ഇന്നും എന്നെ മറന്നുവല്ലോ. ആദോളനത്തിൽ ശാരിക വീണ്ടും ഒരു കുളിർ കാറ്റായി നിറഞ്ഞുവല്ലോ. ഭംഗിവാക്കല്ല ഭാരതീയർക്ക് ഭാഗ്യമാണെന്റെ മലബാറ്. ഭംഗിവാക്കല്ല ഭാരതീയർക്ക് ഭാഗ്യമാണെന്റെ മലബാറ്. ഭാഗ്യമാണെന്റെ മലബാറ്. ഭാഗ്യമാണെന്റെ മലബാറ്. കൂടാതെ മധുചന്ദ്രലേഖ, മാധവീയം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഈ കലാകാരൻ.
പുഞ്ചിരിയാലെ കാമിനി നിൻ മുഖം തിളങ്ങിയല്ലോ. മഞ്ഞല മൂടും മധുര നിലാവിൽ നിന്നെയും ഓർത്തു ഞാൻ തേങ്ങിയല്ലോ. दासी है तेरी वादी नया कोई मुस्कुराता है बहलाने की खातिर भी कोई आता न जाता है. മലപ്പുറം ജില്ലയിലെ ഒഴുകൂർ ക്രസന്റ് സ്കൂളിൽ നിന്നും സംഗീതാധ്യാപകനായി വിരമിച്ച മുക്കം സലീം ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന സംഗീത വിദ്യാലയവും നടത്തിവരുന്നു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.